മുണ്ടക്കൈ ദുരന്തത്തിൽ മരണം 358ആയി. ചൂരൽമലയിൽ ഇന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. കാണാതായവർക്കായുള്ള തെരച്ചിൽ 5ാം ദിനവും പുരോഗമിക്കുകയാണ്. തെരച്ചിലിനായി ഡൽഹിയിൽ നിന്ന് കൂടുതൽ റഡാറുകൾ എത്തിക്കും. ഒരു സേവർ റഡാർ, 4 റെക്കോ റഡാറുകൾ എന്നിവയാണ് എത്തിക്കുക. 40 ടീമുകളായി 6 സോണുകളിലാണ് മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം മേഖലയിൽ തെരച്ചിൽ നടത്തുന്നത്. 16 കടാവർ നായകൾ കൂടി പരിശോധനയ്ക്കെത്തും. ഇതുവരെ 189 മൃതദേഹങ്ങൾ കണ്ടെത്തിയ ചാലിയാറിലും തെരച്ചിൽ തുടരുകയാണ്. അതേസമയം ലഫ്റ്റനന്റ് കേണൽ കൂടിയായ നടൻ മോഹൻലാൽ മുണ്ടക്കൈയിലെത്തി. സാജിദ് അജ്മൽ ചൂരൽമലയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, രാവിലെ 6:30യോടുകൂടിയാണ് ഇന്നത്തെ തെരച്ചിൽ പുനരാരംഭിച്ചത്. 3 മണിക്കൂർ പിന്നിടുന്നു. എന്തായി കാര്യങ്ങൾ? അമൃത, ഇന്നും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തേതിന് സമാനമായ രീതിയിലാണ് ഇന്നും തിരച്ചിൽ നടക്കുന്നത്. അതായത് 6 സോണുകളിലായി ഈ പ്രത്യേക സംഘങ്ങളാണ്. ഈ ഒരുപാട് ആളുകൾ എന്നതിന് പകരം കൃത്യമായ പരിശീലനം ലഭിച്ച സംഘങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ കൃത്യം പരിശീലനം ലഭിച്ച ആളുകളെ ആണ്, അതായത് സന്നദ്ധ പ്രവർത്തകരെയാണ് ഇതിനൊപ്പം ചേർക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരേ സമയം ഈ JCB ഉപയോഗിച്ച് മെഷീൻ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കും. അതോടൊപ്പം തന്നെ ഈ മണ്ണുകളും അതുപോലെ കല്ലും മാറ്റിയുള്ള ഈ ആളുകളുടെ മാനവവിഭവശേഷി ഉപയോഗിച്ചുള്ള പരിശോധന നടക്കും. ഈ തെർമൽ സ്കാനർ കൂടുതലായി കൊണ്ടുവരാൻ, അതായത് റഡാറുകൾ കൂടുതലായി കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നലെ വൈകുന്നേരം വലിയ ശുഭകരമായ വാർത്തകളാണ് വന്നത്. കാരണം ജീവന്റെ ഒരു തുടിപ്പ് മണ്ണിനടിയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത്. അത് ഒരു തവണ നിർത്തിവെക്കുകയും പിന്നീട് അത് പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന് കാരണം അതൊരു മനുഷ്യ ജീവനാണെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് ഉപേക്ഷിച്ചു. കാരണം അങ്ങനൊരു സാധ്യതയില്ല എന്ന് അവിടെയുള്ള കുടുംബവും പറഞ്ഞു. ഒരു കടമുറിക്കുള്ളിൽ നിന്നായിരുന്നു അങ്ങനെ ഒരു സിഗ്നൽ ലഭിച്ചത്. എന്നാൽ കടമുറി പൂർണ്ണമായി കോൺക്രീറ്റ് ചെയ്ത സ്ലാബാണ്. അതുകൊണ്ട് അതിനകത്ത് ഇല്ല എന്നൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്. ആ ഒരു ജീവൻ ലഭിച്ചില്ലെങ്കിൽ കൂടി ഇനി അതിന്റെ വലിയൊരു സാധ്യതയാണ് തെളിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ റഡാറുകൾ എത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ഉള്ള റഡാറുകൾ കൂടാതെ ആകെ 16 റഡാറുകൾ എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് വിമാനമാർഗം ഈ കരിപ്പൂരിൽ എത്തിച്ച് അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ ഇങ്ങോട്ട് എത്തിക്കും. ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് എത്തും. ഇതുകൂടാതെ കെഡാവർ ഡോഗുകൾ കൂടുതലായി എത്തിക്കും. നിലവിൽ കേരളത്തിന്റെ കെഡാവർ ഡോഗുകൾ ഉൾപ്പെടെ 10 എണ്ണമാണ്. തമിഴ്നാടിന്റെ ഇന്ന് രാവിലെ എത്തി. അങ്ങനെ 10 എണ്ണമാണുള്ളത്. ആകെ 16 എണ്ണമാണ്. കർണാടക ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അവിടെ നിന്ന് ഈ ഡോഗുകളുമായി ഡോഗ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ പുറപ്പെട്ടിട്ടുണ്ട്. അതുകൂടി എത്തുകയാണെങ്കിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സഹായകമാകും. ഈ പുഞ്ചിരിമല, അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെയുള്ള പ്രദേശങ്ങൾ, മുണ്ടക്കൈ ഭാഗം, ചൂരൽമല, ഇതുകൂടാതെ ചാലിയാറിന്റെ വിശാലമായ ഭാഗങ്ങൾ, ചാലിയാറ് തുടങ്ങുന്ന അവിടം മുതൽ ഈ കടലിൽ സംഗമിക്കുന്നത് വരെയുള്ള വിവിധ പ്രദേശങ്ങളിൽ തിരച്ചിൽ പല സംഘങ്ങളായി തുടരുകയും ചെയ്യുന്നുണ്ട്. എത്തിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം സാജിദ് ഈ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയുന്നത് വലിയ തരത്തിൽ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കാം, വലിയ 2 നില കെട്ടിടമൊക്കെ മൂടാൻ ഭാഗത്തിലാണ് മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത്. അപ്പോൾ അത്രയും ആഴത്തിലേക്ക് പരിശോധിക്കുക, അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യുക, മണം പിടിക്കുക എന്നുള്ളത് ഈ കെടാവർ നായകൾ കൊണ്ട് സാധിക്കുമോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കെടാവർ നായകളാണ്. 2 തരത്തിൽ പരിശീലനം ലഭിച്ച നായകളുണ്ട്. അതിൽ കെടാവർ നായകൾ ഈ മൃതദേഹം ആണ് തിരിച്ചറിയുക. ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്ന നായകളുമുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് കെടാവർ നായകളുടെ ഒരു സാന്നിധ്യമാണ് കൂടുതലായി വേണ്ടത്. അവരുടെ സേവനമാണ് കൂടുതൽ വേണ്ടത്. ഇത് ഭൂമിക്കടിയിൽ ഒരു 50 അടി വരെ താഴ്ചയിലുള്ള ഒരു മൃതദേഹം ഉണ്ടെങ്കിൽ കണ്ടെത്തും എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് ഇവിടെ നേരിടുന്ന ഒരു പ്രതിസന്ധി, നിലവിൽ മഴയില്ലാത്തത് ആശ്വാസമാണ്. എന്നാൽ ഈ മഴയുള്ള ഒരു സ്ഥലത്താണെങ്കിൽ അത് ഈ മൃതദേഹത്തിന്റെ മണം എവിടെ നിന്നാണോ ലഭിക്കുന്നത് അവിടെയെല്ലാം തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കും. ഒരു ഡ്രൈ ലാൻഡ് ആണെങ്കിൽ അവിടെ കൃത്യമായ സ്പോട്ട് ഈ കെടാവർ നായകൾക്ക് ലഭിക്കും. എന്നാൽ ഈർപ്പമുള്ള സ്ഥലമാണെങ്കിൽ ആ മൃതദേഹത്തിന്റെ അഴുകിയ നിലയിലും മറ്റുമാണെങ്കിൽ അത് ഒലിച്ചെത്തുന്ന നീരുള്ള മുഴുവൻ ഭാഗങ്ങളിലും
അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും അവിടെ മുഴുവനായി പരിശോധന നടത്തുകയും വേണ്ടിവരും. ഈ വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ കെടാവർ നായ്കൾക്ക് ഈ മനുഷ്യൻ്റെ മൃതദേഹത്തിൻ്റെ സ്മെല്ല് അടുപ്പിച്ചുകൊണ്ട് അത്തരം സ്പ്രേകൾ ഉപയോഗിച്ചാണ് പരിശീലനം നൽകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി അത് കണ്ടെത്തും. ഇവിടെ നിന്ന് തന്നെ നിരവധി മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. 20-ലധികം ഈ നായ്കളുടെ സേവനത്തിലൂടെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് കൂടുതൽ ഈ കെടാവർ നായ്കൾ എത്തുന്നതോടുകൂടി ഈ രക്ഷാദൗത്യത്തിന് കൂടുതൽ സഹായകമാകും എന്നുള്ളതാണ് അമൃത.